ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനും വിശദീകരണം നൽകാനും വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി അരുണിനോടൊപ്പം മന്ത്രി വി ശിവൻകുട്ടി ചേരുകയാണ് തത്സമയം. അരുണിലേക്ക്. ആര്യ, ഈ ഹിജാബ് വിഷയം വീണ്ടും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വാർത്തകൾ ഇന്നലെ ഏകദേശം തീർന്നുവെന്ന് അവസാനിച്ചുവെന്ന് എല്ലാവരും പറഞ്ഞ വിഷയമാണ്. പക്ഷേ അങ്ങനെ കൃത്യമായ ഒരു അച്ചടക്ക ലംഘനം, കൃത്യവിലോപം സ്കൂളിന്റെ ഭാഗത്തുണ്ടായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഏത് സാഹചര്യത്തിലാണ് അങ്ങ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ച നിലപാട് മാറി ഇന്നലെ വൈകിട്ടൊരു വാർത്താക്കുറിപ്പിലൂടെ പുതിയൊരു നിലപാടിലേക്ക് പോയി? എന്റെ നിലപാടിലൊന്നും ഒരു മാറ്റമില്ല, ഗവൺമെന്റ് നിലപാടിലൊരു മാറ്റമില്ല. ഇപ്പം ഗവൺമെന്റ് നിലപാട് മറ്റു പല സംസ്ഥാനങ്ങളുടെ നിലപാടിനേക്കാൾ വ്യത്യസ്തമാണ്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ പരിപൂർണമായിട്ടുണ്ട്. പക്ഷെ ഒരു സ്കൂളാകുമ്പോൾ സ്കൂളിന്റെ അച്ചടക്കം പാലിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ആ സ്കൂളിന് ഒരു യൂണിഫോം തീരുമാനിക്കുന്നതിന്റെ കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന് ചില അധികാരങ്ങളുണ്ട്. പക്ഷെ അധികാരികൾ കുട്ടികളുടെ അവകാശത്തെ നിഷേധിക്കാൻ വേണ്ടി പാടില്ല. ഇത് തന്നെയാണ് എന്റെയും ഗവൺമെന്റ് നിലപാട്. ഈ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. ആ പ്രശ്നം ഉണ്ടായപ്പോൾ ബന്ധപ്പെട്ടവരുടെ പരാതി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷണം നടത്തിയ അവസരത്തിൽ സ്കൂൾ മാനേജ്മെന്റ് എടുത്ത നടപടി ശരിയല്ല എന്നുള്ള നിലയിൽ രേഖാമൂലം മറുപടി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റിന് ഒരു കത്ത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ പ്രശ്നം ശാന്തമായ രീതിയിൽ ഇരു കൂട്ടർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ വഷളാവാതെ പരിഹാരം കാണണമെന്നുള്ളതാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ. അപ്പോൾ മാനേജ്മെന്റിന് ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് ശിരോവസ്ത്രം ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഒരു കുട്ടി അങ്ങനെ വന്ന് പരാതി നൽകി അവർ പിൻവലിച്ചു, ശരി തന്നെയാണ്. പക്ഷേ ആ കുട്ടിക്ക് നിർബന്ധമുണ്ടെങ്കിൽ യൂണിഫോമിന് ഉതകുന്ന അല്ലെങ്കിൽ അതിൽ ചേരുന്ന ശിരോവസ്ത്രം സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ആ കുട്ടിക്ക് ധരിച്ചുകൊണ്ട് വരാം. അവരുടെ യൂണിഫോമിനെ ബാധിക്കാത്ത രൂപത്തിൽ കൊടുക്കാം. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടില്ല, വിശ്വാസത്തിന് കളങ്കം ഉണ്ടാവില്ല. യൂണിഫോമിന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവും. അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അതല്ല ഇനിയിപ്പോ ആ കുട്ടിക്ക് ഇനിയിപ്പോ പത്രങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്തോളം കുട്ടിയുടെ രക്ഷകർത്താക്കൾക്ക് ഇപ്പം പ്രശ്നമില്ല എന്ന് പറയുന്നത്. പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമല്ല, ഇവിടെ വെച്ച് അവസാനിപ്പിക്കില്ല പ്രശ്നം. അത് കൂടുതൽ ചർച്ച ചെയ്ത് വഷളാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിൽ പിടിവാശിയൊന്നുമില്ല. ഗവൺമെന്റിന് പിടിവാശിയില്ല. ഗവൺമെന്റിന് വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ കുട്ടികൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന കാര്യങ്ങളും അത് ഏത് സാഹചര്യത്തിലാണ് നടപ്പിലാക്കിയാലേ മതിയാവും. ആ കാര്യത്തെ ആരും വെല്ലുവിളിക്കാൻ വേണ്ടി വരേണ്ട കാര്യമില്ല. ഈ പ്രതിപക്ഷം പറഞ്ഞില്ലേ, അവിടുത്തെ MP ഹൈബി ഈഡനൊക്കെ ഇടപെട്ടിട്ട് പ്രശ്നം അവസാനിച്ചു. അവർ യൂണിഫോം ധരിക്കാമെന്നും പറഞ്ഞു, ഇത് വേണ്ടാന്നും പറഞ്ഞു. പിന്നീട് മന്ത്രി പറഞ്ഞതാണ് പ്രകോപനങ്ങൾക്ക് വീണ്ടും കാരണമാകുന്നതെന്നാണ് അവർ പറയുന്നത്. ഈ ഹൈബി ഈഡൻ അടുത്ത പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ ചെന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച നല്ല കാര്യം തന്നെയാണ്. DCCയുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കറിയില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പിന് അഭിപ്രായം പറയാൻ കഴിയുന്ന കാര്യമാണല്ലോ ഞങ്ങൾ രേഖപ്പെടുത്തിയത്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗികമായ കാര്യങ്ങൾ പാർലമെന്റ് മെമ്പർക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്നതുകൊണ്ട് പാർലമെന്റ് മെമ്പർ പോയി ചർച്ച നടത്തിയത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അടുത്ത ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. പക്ഷെ പരിശ്രമിക്കുമ്പോൾ ഒന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടോ വിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ടോ അവിടുത്തെ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിമാരുമായിട്ടോ ഒക്കെ ഒന്ന് ചർച്ച ചെയ്യണമായിരുന്നു. എങ്കിൽ പിന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. അതിനുമുമ്പ് നമ്മൾ നടപടി ഇവിടെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ടാണ് മുന്നോട്ട് പോയത്. റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, കാരണം ഒരു പരാതി കിട്ടിയാൽ റിപ്പോർട്ട് ആവശ്യപ്പെടും. അതിനെ വേറെ രൂപത്തിലൊന്നും വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ റിപ്പോർട്ട് ഇനി ഒന്നുകൂടെ വിശദമായി ചർച്ച ചെയ്ത് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന കാര്യമില്ല.
BJP പറയുന്നത് ഈ മുസ്ലിം മതമൗലിക സംഘടനകളുടെ ഭീഷണിക്ക് വഴങ്ങി മന്ത്രി നിലപാട് മാറ്റുകയായിരുന്നതാണ്. അതിനെന്താണ് മറുപടി? അതൊന്നും ആരും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. അത് അവരുടെ അഭിപ്രായമാണ്. ഈ സ്കൂളുകളിലെ ചെറിയ വിഷയം പോലും ഇത്തരത്തിൽ വർഗീയമായി ഉപയോഗിക്കപ്പെടുന്നത് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതാദ്യമല്ല, പല വിഷയങ്ങളും. ഇത് ഞാൻ മന്ത്രിയായ ശേഷം ഇതേപോലെ ഒരു 100 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നമൊക്കെ തന്നെ പിന്നെ പടർന്നു പിടിക്കാതെ പരിഹാരം കാണുന്നതിന് വേണ്ടി പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ബോധപൂർവ ശ്രമങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അല്ല, ഇത് എങ്ങനെയാണ് ഇത്രയും ദിവസമില്ലാതെ നിലയിൽ ഇപ്പോൾ ഒരു നിലപാട് രക്ഷകർത്താക്കൾ എടുക്കുക, പിന്നെ രക്ഷകർത്താക്കൾ മാറുക, പിന്നെ ഒത്തുതീർപ്പിന് വേണ്ടി DCC പ്രസിഡന്റും IB ഈഡനോട് വരിക, അവിടുത്തെ പിന്നെ മാനേജ്മെന്റ് ഒരു പ്രസ്താവന നടത്തുക. ഇക്കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയില്ല. നമുക്ക് ഇക്കാര്യത്തിൽ ഒരു പിടിവാശിയില്ല. അവിടെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്കൂള് നടന്നു പോകണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അനാവശ്യമായി കുട്ടികളുടെ അവകാശത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റിയില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ. ഒരു പരാതി വന്നപ്പോൾ അവിടെ കുട്ടിയുടെ അവകാശ ലംഘനം ഉണ്ടായപ്പോൾ റിപ്പോർട്ട് തേടി, അത്ര മാത്രമേ ഉള്ളൂ. അവർക്ക് അത് പരാതിയില്ലെങ്കിൽ സർക്കാർ ഇത് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇതൊരു അവകാശ ലംഘനത്തിന്റെ പ്രശ്നം മാത്രമല്ല, കൂടുതൽ മറ്റു പ്രദേശത്തിൽ കൂടി പടർന്ന് പിടിച്ച് കൂടുതൽ വഷളാവാൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ഇടപെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അവർക്ക് പരാതിയില്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. അവർക്ക് പരാതി ഇല്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കാം. മേലിൽ ഇത്തരം കാര്യങ്ങൾ അവർ ആവർത്തിക്കാൻ പാടില്ല. അതിന് വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥിയുടെ അവകാശം, അത് മതപരമായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ലംഘനമൊക്കെ ഉണ്ടായപ്പോൾ സർക്കാർ സ്വാഭാവികമായി ഇടപെട്ട് റിപ്പോർട്ട് തേടി. പക്ഷേ അവർക്ക് പരാതിയില്ലെങ്കിൽ ആ വിഷയം അവസാനിപ്പിക്കാം. ഇത്തരം പ്രശ്നങ്ങൾ വർഗീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടയണം തന്നെയാണ് മന്ത്രി പറയുന്നത്. ഏതായാലും ഇതോടുകൂടി വിവാദം അവസാനിപ്പിക്കുന്ന പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. യെസ്, VV അരുണിനൊപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് തത്സമയം ചേർന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം നിലപാട്, നയം വ്യക്തമാക്കുകയായിരുന്നു. ഈ പ്രശ്നം കൂടുതൽ വഷളാക്കാനല്ല സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ ശ്രമിക്കുന്നത്. അത് രമ്യമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പൊക്കോട്ടെ. പക്ഷേ വിദ്യാഭ്യാസ ലംഘനം, അവകാശ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മാത്രമായിരിക്കും സ്കൂളിനെതിരെ നടപടി ഉണ്ടാവുക. അതുകൊണ്ട് DEയുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി എടുക്കേണ്ട വിഷയമാണ്. സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ലംഘനം ഉണ്ടാകുന്ന തരത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനപ്പുറം കുട്ടിയെ അല്ലെങ്കിൽ കുടുംബത്തെയോ മറ്റു തരത്തിൽ മതസംഘടനകളെയോ ഒന്നും ഈ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല. സർക്കാരിന് ഒരു തരത്തിലുമുള്ള പിടിവാശി ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കുട്ടിയുടെ പേരൻസ് ഇത്തരത്തിൽ ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ വിടുന്നതിനോട് യോജിപ്പാണ് എന്നുണ്ടെങ്കിൽ അവർ അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അതേസമയം ഹിജാബ് ധരിക്കണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ സ്കൂൾ യൂണിഫോമിന് അനുയോജ്യമായിട്ടുള്ള ഡിസൈനിലും കളറിലും പാറ്റേണിലുമുള്ള ഹിജാബ് ധരിച്ച് കുട്ടി സ്കൂളിൽ എത്തട്ടെ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്.